ഹലോ ഗൈസ്, അപ്പോൾ ഇതൊരു ഫുഡ് ബ്ലോഗൊന്നും അല്ല. പക്ഷേ നമ്മുടെ കണ്ണൂർ പുതിയൊരു ഭാഗത്ത് വരുന്നവർ നിർബന്ധമായിട്ടും ആനന്ദഭവനുള്ള ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യണം. മസ്റ്റ് ട്രൈ ആണ്, നല്ല ടേസ്റ്റാണ്. ഞാൻ ഒരു തവണ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഫാമിലി ആയിട്ട് വന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലഗോൺ ചിക്കൻ വെച്ചിട്ടുള്ള ബിരിയാണിയാണ്. അതിൻ്റെ മസാല എന്ന് പറയുമ്പോൾ നല്ലൊരു ജ്യൂസി ടൈപ്പാണ്, നല്ല അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ നേരെ പോയത് നമ്മുടെ ജി മാളിലേക്കാണ്. അവിടെ അനശ്വര സിൽക്സിലേക്കാണ് സാരി എടുക്കാൻ വേണ്ടി ഫസ്റ്റ് പ്രിഫറൻസ് കണ്ണൂരിലത് ഞങ്ങൾക്ക് അനശ്വര സിൽക്സാണ്. അപ്പോൾ നേരെ അവിടത്തേക്ക് എത്തി. അപ്പോൾ കാര്യം ഞാൻ പറയാം. എൻ്റെ നാത്തൂൻ്റെ വെഡ്ഡിങ് റീൽ ഞാൻ നേരത്തെ ഷോർട്ട് വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും കണ്ടുകാണെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ പിന്നാമ്പുറ കാഴ്ചകളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. കുറച്ച് ലേറ്റായി പോയി, നേരത്തെ അപ്ലോഡ് ചെയ്യേണ്ടതായിരുന്നു. സാരില്ല, എന്നാലും നമുക്ക് ഓരോ കാര്യങ്ങളിലേക്കായിട്ട് പോകാം. അപ്പോൾ ഇത് എനിക്ക് വെഡ്ഡിങ് ഡേ ഇടാൻ വേണ്ടിയിട്ടുള്ള സാരി നോക്കാനാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും അമ്മയും ചേച്ചിയും കൂടിയാണ് പോയത്. നമ്മൾ പോയ സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നല്ല ഫ്രീ ആയിട്ട് ഓരോന്നായിട്ട് നോക്കിയെടുക്കാൻ വേണ്ടി നല്ലപോലെ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം എവിടെ പോയാലും എൻ്റെ കണ്ണ് റെഡിലേ പോകൂ. അതുകൊണ്ട് ആദ്യം അതുപോലെ തന്നെ റെഡ് സാരിയാണ് ഞാൻ നോക്കുന്നത്. പക്ഷേ ഞാൻ ഒന്ന് മാറ്റിപ്പിടിക്കാമെന്നുള്ളൊരു ഐഡിയയിൽ എൻ്റെ മനസ്സിൽ ഞാൻ കൊണ്ടുപോയ ഒരു കളറ് ഗ്രീനും ക്രീം കളറും ഒരു കോംബോ ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ആ ഒരു ടൈപ്പ് കളർ സാരി ഞാൻ നോക്കി. പക്ഷേ കൊള്ളായിരുന്നു. പക്ഷേ ആ റെഡ് ആദ്യം തന്നെ വെച്ചോണ്ടാണെന്നൊന്നും അറിയില്ല. അത് കണ്ടേ പിന്നെ അതിൻ്റെ അത്ര രസം എനിക്ക് വേറെ ഒരു സാരിക്കും കിട്ടുന്നുണ്ടായിരുന്നില്ല. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ അത് അങ്ങനെ സംഭവിക്കാറുള്ളൂ. അതുകൊണ്ട് എൻ്റെ ആഗ്രഹം കൊണ്ട് ഇതൊക്കെ വെച്ച് നോക്കി. അങ്ങനെ ഇഷ്ടപ്പെട്ട കുറച്ച് സാരികൾ സെലക്ട് ചെയ്തിട്ട് അതെല്ലാം ഒന്ന് ഡ്രൈപ്പ് ചെയ്ത് നോക്കി. പിന്നെ ഇതാ ഈ ഒരു കളർ കോമ്പോലുള്ള സാരി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ബ്ലാക്കും പിങ്കുമാണ് വരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. അത് വെച്ച് നോക്കിയപ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷേ ബ്ലാക്ക് വരുന്നതുകൊണ്ട് അത് വെഡ്ഡിങ് ഡേ ഇടാൻ വേണ്ടി കൂടുതലാരും താല്പര്യം കാണിച്ചില്ല. അതുകൊണ്ട് പിന്നെ അത് ഒഴിവാക്കി. പിന്നെ റെഡും ബ്ലൂവും നോക്കി. ഈ സാരിയൊക്കെ കൊള്ളായിരുന്നു. ഞാൻ നേരത്തെ വെഡ്ഡിങ് റീൽ ഇട്ടതുകൊണ്ട് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ ഫസ്റ്റത്തെ റെഡ് സാരി തന്നെയാണ് ചൂസ് ചെയ്തത്. പിന്നെ അമ്മയ്ക്കുള്ള സാരി നോക്കി. കുറച്ച് തിരഞ്ഞെങ്കിലും ഈ സാരി ഒന്ന് വെച്ച് നോക്കിയപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് മെറൂൺ കളറല്ല, ഇതൊരു മൈലാഞ്ചി കളറാണ്. അതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. പിന്നെ നല്ല രസമുണ്ടായിരുന്നു വെച്ച് നോക്കിയപ്പോൾ. അപ്പോൾ അമ്മയ്ക്ക് ആ സാരിയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. പിന്നെ നമ്മൾ ഏച്ചിക്കുള്ള ഡ്രസ്സ് നോക്കി. ഏച്ചി ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് സാരി വേണ്ടാന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ധാവണി സെക്ഷനിലേക്ക് പോയി. ഈ ആദ്യം കണ്ട കളർ കോമ്പിനേഷൻ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതേ കളർ ധാവണി എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിപ്പീറ്റേഷൻ എന്ന് വെച്ച് നമ്മളത് ഒഴിവാക്കി. അതുകൊണ്ട് തന്നെ നമ്മൾ പേസ്റ്റൽ ഷെയ്ഡ് നോക്കി. അപ്പോൾ ഈ ഒരു കളർ കോമ്പോ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.